കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുകയാണ്. പോയ പാർട്ടി സഖാക്കളുടെ കുടുംബാംഗങ്ങളെ, സംസ്ഥാനത്തെ ബന്ധുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഐതിഹാസികമായ വയലാർ മുല്ലപ്പുഴയുടെ മണ്ണിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് നാം ഇപ്പോൾ ആരംഭം നോക്കുകയാണ്. സഹവടി രാജ, ജനറൽ സെക്രട്ടറി, ഏതാനും നിമിഷങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, പോരാട്ട പോരുകളിൽ നാടിനും ജനങ്ങൾക്കും വേണ്ടി പടവെട്ടി മരിച്ച സഖാക്കളുടെ ചോരയുടെ വേറും വീര്യവുമുള്ള വിപ്ലവ പ്രതിബദ്ധതയും നേരും നവിയുമുള്ള ദിവസങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ദിവശിക ഇന്നലെ വയലാർ സാക്ഷി മണ്ഡപത്തിൽ നിന്ന് സഖാവ് ചന്ദ്രശേഖരൻ കൊളുത്തിയേൽപ്പിച്ചത് നമ്മുടെ പാർട്ടിയുടെ യുവതലമുറയെയാണ്. യുവതികളും യുവാക്കളുമായ ആ സഖാക്കൾ ആലപ്പുഴ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് മലയാള മനോരമയുടെ പ്രതിനിധിയെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. 2025 സെപ്റ്റംബർ 9 മലയാള മനോരമയിൽ ഈ അഭിമുഖം അച്ചടിച്ചു വന്നു. സുജിത് നായരാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത്. സുജിത് നായർ കാര്യമായ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിന് കാര്യമായ മറുപടിയൊന്നും പറയേണ്ടി വന്നുമില്ല. അഭിമുഖത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മുട്ടുകുത്തിക്കാമെന്ന് ആരും കരുതേണ്ട എന്നാണ്. ഓൾറെഡി മുട്ടുകുത്തി നിൽക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് വീണ്ടും മുട്ടുകുത്തിക്കാൻ കഴിയുന്നത്? അപ്പോൾ മുട്ടുകുത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. നേരെ നിൽക്കുന്ന ഒരാളിനെ അല്ലേ മുട്ടുകുത്തിക്കാൻ കഴിയുള്ളൂ. മുട്ടുകുത്തി നിൽക്കുന്ന ഒരാളിനെ വീണ്ടും മുട്ടുകുത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. മുട്ടുകുത്തിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ മുട്ടുകുത്തി നിൽക്കുകയാണ്. പക്ഷേ അഭിമുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വാഭാവികമായ സംശയം തോന്നി. മുട്ടുകുത്തിക്കാമെന്നാരും കരുതണ്ട എന്ന് ബിനോയ് സഖാവ് പറഞ്ഞപ്പോഴേ അതിനകത്തൊരു ശകലം ഭീഷണിയുടെ ഒരു സ്വരമുണ്ട്. അതാരോടാണ് അദ്ദേഹം പറയുന്നത്? ഇത് CPIയുടെ രാഷ്ട്രീയ പ്രതിയോഗികളോടാണോ, അതോ CPMനോടാണോ, അതോ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളോടാണോ? അഭിമുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. മുട്ടുകുത്തിക്കാമെന്നാരും കരുതണ്ട എന്ന് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത് രാഷ്ട്രീയ പ്രതിയോഗികളോടല്ല, CPMകാരോടെയുമല്ല, CPIയിലെ തൻ്റെ പ്രതിയോഗികളോടാണ്. അതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ സാധാരണഗതിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കൾ പാർട്ടി സമ്മേളനങ്ങളിലായാലും ബ്രാഞ്ച് സമ്മേളനം തൊട്ട് സെക്രട്ടേറിയറ്റ് വരെയുള്ള യോഗങ്ങളിലാണ് ആയാലും ശരി, അവൻ അനുവർത്തിച്ച് വരുന്ന ഒരു സമീപനമുണ്ട്. ഒന്ന് വിമർശനം, മറ്റൊന്ന് സ്വയം വിമർശനം. വിമർശിക്കുകയും സ്വയം എന്ത് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് സ്വയം വിമർശനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ അനിവാര്യമായി പിന്തുടരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ അഭിമുഖത്തിൽ വിമർശനമുണ്ട്, പക്ഷേ സ്വയം വിമർശനം എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉള്ള ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആകാൻ 3 യോഗ്യത വേണമെന്നാണ് സഖാവ് ബിനോയ് വിശ്വൻ പറയുന്നത്. ഒന്ന് രാഷ്ട്രീയ ആർജവം, സംഘടനാ വ്യക്തത, മൂല്യബോധം. രാഷ്ട്രീയ ആർജവവും സംഘടനാ വ്യക്തതയും മൂല്യബോധവുമാണ് ഒരു പാർട്ടിക്ക് സെക്രട്ടറിക്ക് ആവശ്യമുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് പറയുന്നു, അത് 3ഉമുള്ള സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളത്. അത് 3ഉമുള്ള സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളത്. ആരാണ് പാർട്ടിയുടെ സെക്രട്ടറി? അത് ഞാൻ തന്നെ. അദ്ദേഹം തന്നെയാണ് ഈ 3 ഗുണങ്ങളുമുള്ള പാർട്ടിയുടെ സെക്രട്ടറി എന്നാണ് അദ്ദേഹം പറയുന്നത്.
അവിടെ തന്നെ ഒരു ചെറിയ കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആർജവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നൊരു വേറൊരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ MA ബേബി നടത്തിയ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോൻ തമസ്കരിക്കപ്പെട്ടതായിട്ട് അദ്ദേഹം അച്യുതമേനോനെക്കുറിച്ച് പരാമർശിച്ചില്ല. MA ബേബി അത് വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കിളുകളിൽ എങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്നത്, തമസ്കരിച്ചാൽ അച്യുതമേനോൻ മാഞ്ഞു പോകുമോ? പക്ഷെ തമസ്കരിച്ചതിനെതിരെ ധീരമായി പ്രതികരിക്കാൻ സഖാവ് ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അച്യുതമേനോൻ മാഞ്ഞു പോകുമോ എന്നുള്ളത് CPIയുടെ സൗജന്യത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് കേരള ചരിത്രം അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ്. കേരളം കണ്ട ഏറ്റവും സമർത്ഥനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് പറയാവുന്ന പേരാണ് C അച്യുതമേനോൻ്റെ. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് രാഷ്ട്രീയം ഒരു തടസ്സവുമല്ല. അച്യുതമേനോൻ്റെ ആർജവും രാജ്യസ്നേഹവും നിശ്ചയദാർഢ്യവും ഒക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അച്യുതമേനോനെക്കുറിച്ച് ആരെന്തെല്ലാം വിമർശനങ്ങൾ പറഞ്ഞാലും അതൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ്. അച്യുതമേനോൻ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അച്യുതമേനോനെ തമസ്കരിക്കാൻ അത്തരമൊരു നടപടി വന്നപ്പോൾ എങ്ങനെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അതിനെ പ്രതികരിച്ചത്, അതിനെ പ്രതിരോധിച്ചത്? കൃത്യമായൊരു ഉത്തരം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അച്യുതമേനോനെ തമസ്കരിക്കാൻ കഴിയില്ല എന്ന് ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷേ അച്യുതമേനോനെ തമസ്കരിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ആർജവം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനുള്ള യോഗ്യതയായിട്ട്, സ്വയം പ്രഖ്യാപിത യോഗ്യതയായിട്ട് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ ആർജവും സംഘടനാ വ്യക്തതയുമാണ്. അദ്ദേഹത്തിന് സംഘടനാ വ്യക്തതയുണ്ടെന്നാണ് ബിനോയ് വിശ്വം അവകാശപ്പെടുന്നത്. അതിനെയൊന്നും നമ്മൾ അദ്ദേഹത്തിന് യോജിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ഒരു മനോഭാവം അനുസരിച്ചിരിക്കും. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, രാവിലെയും വൈകിട്ടും രാത്രിയും നിലപാട് മാറ്റി പറയുമെന്ന് വരെയുള്ള വിമർശനങ്ങൾ ജില്ലകളിൽ ഉയർന്നു വന്നല്ലോ. അതാണ് ചോദ്യം. അതിനോട് അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. എല്ലാ ജില്ലകളിലും ഈ വിമർശനം വന്നു, ഇതേ വാചകം, ഇത് യാദൃച്ഛികമല്ല. അപ്പോൾ CPIയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും രാവിലെയും വൈകിട്ടും രാത്രിയിലും നിലപാട് മാറ്റി പറയുന്ന ഒരു സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളത് എന്ന വിമർശനം വന്നു എന്ന് ബിനോയ് വിശ്വം തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്ന ആർക്കെതിരായിട്ടാണ്? സംഘടനാ വ്യക്തതയുള്ള ഒരു നേതാവിനെതിരെയാണോ അങ്ങനെ വിമർശനം വന്നത്? അങ്ങനെ ഒരു വിമർശനം വരുമോ സംഘടനാ വ്യക്തതയുള്ളൊരു നേതാവിനെതിരെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ നിലപാട് മാറ്റുന്നതായിട്ട്? അപ്പോൾ അവിടെ വലിയൊരു കോൺട്രാഡിക്ഷൻ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു ചോദ്യം എന്നിട്ട് വരുന്നത്, CPI എന്ന് കേൾക്കുമ്പോൾ പഴയ അഭിമാനം തോന്നുന്നില്ലെന്ന് K ഇസ്മയിൽ വിമർശിച്ചല്ലോ എന്ന ചോദ്യത്തിനോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഗതകാല സ്മരണകളിൽ അഭിരമിക്കേണ്ട അവസ്ഥ CPIക്കില്ല. അവിടെയല്ല പ്രശ്നം. ഗതകാല സ്മരണകളിൽ അഭിരമിക്കേണ്ട, ഗതകാല സ്മരണകളിൽ അഭിമാനിക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ് CPIക്ക് ഉണ്ടാകേണ്ടത്. അതായത് 1967 ഇടതുപക്ഷ ഗവൺമെൻറ് തകർന്നു വീണപ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ ഞെട്ടിച്ചുകൊണ്ടാണ് C അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ MN ഗോവിന്ദൻ നായരും TV തോമസും നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ദയവായി ബിനോയ് വിശ്വം ഒന്ന് വായിച്ചു നോക്കണം. MN ഗോവിന്ദൻ നായർ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ അഴിമതി കണ്ടെത്തിയ EMSനോട്, അദ്ദേഹത്തിനെതിരെ മാത്രമല്ല TV തോമസും MN ഗോവിന്ദൻ നായരും പ്രഥമ ദൃഷ്ട്യാ അഴിമതി നടത്തിയതായി EMS പറഞ്ഞപ്പോൾ MN ഗോവിന്ദൻ നായർ നടത്തിയ വികാരനിർഭരമായൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം EMSനോട് ചോദിച്ചു, എടോ നമ്പൂരി, ഇങ്ങനെയാണ് MN ചോദിച്ചത്. നിയമസഭയിൽ നിശബ്ദനായി എന്ന പുസ്തകത്തിൽ ഡോക്ടർ പ്രസന്നൻ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എടോ നമ്പൂരി, MN ഗോവിന്ദൻ നായർ അഴിമതിക്കാരനാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്തിനാണ് താൻ കുനിഞ്ഞിരിക്കുന്നത്? എൻ്റെ മുഖത്തൊന്നും നോക്കടോ നമ്പൂരി. എടോ നമ്പൂരി എന്ന് EMSനെ വിളിക്കുകയാണ്. EMS ആകെ വിയർത്ത് കുളിച്ചവിടെ ഇരുന്നു. നിയമസഭയിൽ നിന്ന് മടങ്ങിപ്പോയ EMSനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ EM രാധ പിന്നീട് അവരെഴുതിയ ചില ലേഖനങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. EM രാധ പറയുന്നത് അവരുടെ അച്ഛൻ, അതായത് EMS ഏറ്റവും അധികം വികാരഭരിതനായി കണ്ട ദിവസം ആ പ്രസംഗം നിയമസഭയിൽ നടന്ന ദിവസമാണ്.
EMS നേരെ വന്ന് കുടുംബാംഗങ്ങളോടൊന്നും സംസാരിക്കാതെ കഥ കടച്ച് കയറി ആഹാരം പോലും കഴിക്കാതെ കിടന്നുറങ്ങിയതായിട്ട് EM രാധ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എം ഗോവിന്ദൻ നായരുടെ ഒരു ആർജവം, TV തോമസിൻ്റെ ഒരു ധൈര്യം, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, ഇതൊക്കെ ഗതകാല സ്മരണയാണ്. പക്ഷേ ആ ഗതകാല സ്മരണയിൽ അഭിമാനിക്കാനുള്ള യോഗ്യതയുള്ള എത്ര CPIക്കാർ ഈ പാർട്ടിയിലുണ്ട്, അതാലോചിക്കണ്ടേ? അപ്പോൾ ഗതകാല സ്മരണയിൽ അഭിരമിക്കേണ്ട, അഭിമാനിക്കാൻ കഴിയണം. മറ്റൊരു ചോദ്യം അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാമല്ലോ, സമകാലിക സംഭവങ്ങളിൽ അഭിമാനിക്കാൻ വല്ല വകയുമുണ്ടോ സഖാവേ? അതായത് 2016 മുതൽ ഏതാണ്ട് 10 വർഷം തികയാൻ പോവുകയാണ്, 2025 ആയി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ അഭിമാനിക്കാൻ എന്ത് വകയാണ് സഖാവേ ഉള്ളത്? എന്ത് ജനോപകാരപ്രദമായ നടപടിയാണ് ഗവൺമെൻറ്റിന് കൈക്കൊള്ളാൻ കഴിഞ്ഞത്? അങ്ങനെ കൈക്കൊള്ളാൻ കഴിഞ്ഞ നടപടികളിൽ എന്ത് പങ്കാണ് CPIയുടെ മന്ത്രിമാർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്? അതൊക്കെ പറയണ്ടേ? അതിന് കഴിയുന്ന മന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്നു CPIയിൽ എന്ന് ആലോചിച്ച് നോക്കണ്ടേ? CPIയുമായിട്ട് യുദ്ധം ചെയ്യണ്ട, സ്വന്തം വകുപ്പിൻ്റെ സ്വാതന്ത്ര്യമെങ്കിലും നിലനിർത്താനും സ്വന്തം വകുപ്പിന് എടുക്കുന്ന തീരുമാനങ്ങൾ ധീരമായി തീരുമാനമെടുക്കാനും കഴിയുന്ന എത്ര മന്ത്രിമാർ CPIയിലുണ്ട് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അങ്ങ് സ്വന്തം മനസാക്ഷിയോടെ ചോദിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിന് വളരെ രസകരമായ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ലെന്ന വിമർശനം ശക്തമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, അമേരിക്ക ക്യൂബയെ ഞെരുക്കിയതിന് സമാനമായാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത്. ഏതർത്ഥത്തിലാണ് സഖാവ് ബിനോയ് വിശ്വം ഇത് പറയുന്നത്? അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രാന്തി ബാധിച്ചോ? അമേരിക്ക ക്യൂബയെ ഞെരുക്കുന്ന പോലെയാണോ കേന്ദ്ര സർക്കാർ കേരളത്തിനെ ഞെരുക്കുന്നത്? അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധമാണോ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ളത്? എന്തെങ്കിലും ചോദിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞു വന്നാൽ പുത്തരിക്കണ്ടത്തിൽ പ്രസംഗിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് വായുവിൽ അരിഞ്ഞു പോകും. പക്ഷേ മലയാള മനോരമ പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്താൽ അത് സ്ഥിരമായി അവിടെ നിൽക്കുന്നതാണ്. ഒരുപാട് പേര് ഇപ്പോൾ വായിക്കുന്നതാണ്, പിന്നെയും വായിക്കുന്നതാണ്, അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു വളരെ ഫ്ലിംസിയായ ഒരു മറുപടി, ഇത്ര വിഡ്ഢിത്തം നിറഞ്ഞ ഒരു മറുപടി ഒരിക്കലും CPIയുടെ സെക്രട്ടറിയിൽ നിന്ന് ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പിന്നെന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എങ്കിലും ഈ പാർട്ടിക്ക് മുന്നിൽ നിൽക്കാൻ ഏറ്റവും യോഗ്യൻ ഞാനാണെന്ന് സഖാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. സഖാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അദ്ദേഹമാണെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ് എന്ന് സഖാക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയുന്നതിന് പകരം ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ താൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അമ്പടാ ഞാനേ എന്നുള്ള ഒരു കമൻ്റല്ലേ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ ചില സുഹൃത്തുക്കൾ തമാശയായി പറയുന്ന ഒരു വാചകമുണ്ട്, ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി അല്ലാതെ ആരാ പറയേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ബിനോയ് വിശ്വം നല്ല ലക്ഷണമൊത്ത സെക്രട്ടറിയാണെന്ന് ബിനോയ് വിശ്വം തന്നെ പറയേണ്ട ഒരു ഗതികളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചയാണോ അതോ CPIയിൽ സംഭവിച്ച ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയാൻ പാടില്ല. പക്ഷേ താൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രഖ്യാപനം, സ്വയം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, കൃത്യമായി കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും സഖാവ് ബിനോയ് വിശ്വം അഴിമതിക്കാരനല്ല. സമകാലിക രാഷ്ട്രീയത്തിൽ അതൊരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും സഖാവ് ബിനോയ് വിശ്വം അഴിമതിക്കാരനല്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.